ഹരേ കൃഷ്ണ. ഇന്ന് പുത്രദ ഏകാദശി. ഒരിക്കൽ ഭക്തനും പുണ്യാത്മാവുമായ യുധിഷ്ഠിര മഹാരാജ് ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു, അല്ലയോ പരമപുരുഷനായ ഭഗവാനെ, പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ വിശദാംശങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും ആരാണ് ആ പുണ്യദിനത്തിലെ ആരാധ്യദേവൻ? അപ്പോൾ പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു, അല്ലയോ പുണ്യാത്മാവായ രാജാവേ, ഏകാദശി വ്രതത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അവരവരുടെ കഴിവിൻ്റെ പരമാവധി പാലിക്കുന്നതിലൂടെ എല്ലാ പാപപ്രതികരണങ്ങളും ഉന്മൂലനം ചെയ്ത് ആ വ്യക്തിയെ ആത്മീയ ലോകത്തേക്ക് ഉയർത്തുന്ന ഈ പുണ്യദിനത്തിൻ്റെ പേരാണ് പുത്രദ ഏകാദശി. പരമപുരുഷനായ ശ്രീനാരായണനാണ് ഈ പുണ്യദിനത്തിൻ്റെ ആരാധ്യദേവൻ. എല്ലാ മാനവരുടെയും നന്മയ്ക്കായി പൗഷ ശുക്ലപക്ഷ ഏകാദശി ദിനത്തിൻ്റെ മഹാത്മ്യം ഞാൻ വിവരിക്കാം. സുകേതുമാൻ എന്ന രാജാവ് ഭദ്രാവതി എന്ന രാജ്യം ഭരിച്ചിരുന്നു. സുകേതുമാനും ഭാര്യയായ ശൈബ്യയും മക്കളില്ലാത്തതിനാൽ രാജവംശം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിഷമിച്ചിരുന്നു. അവർ മാത്രമല്ല, അവരുടെ പൂർവ്വപിതാക്കന്മാർ പോലും തർപ്പണം ലഭിക്കാതെയുള്ള സമീപ ഭാവിയെപ്പറ്റി ചിന്തിച്ച് ആശങ്കാകുലരായി. ഇതറിഞ്ഞ് രാജാവും രാജ്ഞിയും കൂടുതൽ അസ്വസ്ഥരായി. നിരന്തരമായി ഉത്കണ്ഠയും വ്യാകുലതയും അനുഭവിച്ച രാജാവ് സുകേതുമാൻ ഒടുവിൽ വിഷമം താങ്ങാനാകാതെ തൻ്റെ കുതിരപ്പുറത്ത് കയറി നിബിഡ വനത്തിലേക്ക് പോയി ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു നടന്നു. ദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിനായി യജ്ഞഹോമാദികൾ നിരവധി ചെയ്തു. മാത്രമല്ല, രാജ്യത്തെ പ്രജകളെ മക്കളെപ്പോലെ കണ്ട് ഭരിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് ഈ ദുർവിധി വന്നതെന്ന ചിന്തയിൽ രാജാവിന് ഉത്തരം കണ്ടെത്താനായില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ സത്പ്രവൃത്തികളാൽ ആർജിച്ച പുണ്യം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ മാനസ സരോവരം പോലെ തോന്നിപ്പിക്കുന്ന ശാന്തസുന്ദരമായ ഒരു തടാകത്തിന് സമീപം എത്തിച്ചേർന്ന രാജാവ് ചുറ്റും നോക്കി. ജലജീവികളെ കൊണ്ടും വിടർന്ന താമരപ്പൂക്കൾ കൊണ്ടും ആ തടാകം കണ്ണുകൾക്ക് ആനന്ദകരമായി കാണപ്പെട്ടു. താറാവുകളും കൊക്കുകളും തടാകത്തിൽ സന്തോഷത്തോടെ നീന്തി തിമിർക്കുന്നു. തടാകത്തിന് സമീപം ആകർഷകമായ നിരവധി ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു. മഹാ തേജസ്വികളായ മുനിമാർ അവിടെ ജപമണികളിൽ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത് രാജാവ് കണ്ടു. കുതിരപ്പുറത്തു നിന്നിറങ്ങി രാജാവ് തൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുകയും മഹത്വപൂർണമായ സ്തുതികളിലൂടെ അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. രാജാവ് തങ്ങൾക്ക് നൽകിയ ആദരവിൽ പ്രസന്നരായ മുനിമാർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയിൽ സംപ്രീതരായിരിക്കുന്നു. അങ്ങയുടെ ഹൃദയാഭിലാഷം എന്തായാലും അത് ഞങ്ങളെ അറിയിച്ചാലും. രാജാവ് ചോദിച്ചു, അല്ലയോ മഹാഋഷിമാരെ, സാന്നിധ്യം കൊണ്ട് തന്നെ ശുഭകാരകരായ വിശുദ്ധ വ്യക്തികളെന്ന് തോന്നിപ്പിക്കുന്ന നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ആഗമനോദ്ദേശം എന്താണെന്നും പറഞ്ഞു തന്നാലും. ഋഷിമാർ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങൾ വിശ്വദേവന്മാരായ വസു, സത്യൻ, ക്രതു, ദക്ഷൻ, കാലൻ, കാമൻ, ധൃതി, പുരുരവൻ, മാദ്രവൻ, കുരു എന്നിവരാണ്. ഞങ്ങളിവിടെ സ്നാനത്തിനായി എത്തിയിരിക്കുകയാണ്. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, പ്രിയപ്പെട്ട ഋഷിമാരെ, നിങ്ങൾ എന്നിൽ സംപ്രീതരാണെങ്കിൽ ദയവായി ഒരു പുത്രനെ ലഭിക്കുന്നതിനുള്ള വരം എനിക്ക് നൽകണമേ. ഒരു പുത്രനെ ലഭിക്കുവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, എന്നാൽ ഫലമുണ്ടായില്ല. ഋഷിമാർ പറഞ്ഞു, മാഘമാസം വരുവാൻ ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ. ഇന്ന് പുത്രദ ഏകാദശിയാണ്. ആരാണോ സത്പുത്രനെ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി തീർച്ചയായും ഈ ഏകാദശി കർശനമായി ആചരിക്കേണ്ടതാണ്. ഋഷിമാർ തുടർന്നു, പുത്രദ എന്നതിൻ്റെ അർത്ഥം തന്നെ ഭക്തനായ പുത്രനെ നൽകുന്നത് എന്നാണ്. അതിനാൽ ഈ ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ അനുഗ്രഹത്താലും സർവോപരി ശ്രീ കേശവൻ്റെ കാരുണ്യത്താലും തീർച്ചയായും അങ്ങേക്ക് സത്പുത്രനെ ലഭിക്കുന്നതാണ്. രാജാവ് അവിടെ വെച്ച് ഈ ഏകാദശി അനുഷ്ഠിക്കുകയും 12 ദിവസം ഉപവാസം അവസാനിപ്പിച്ച ശേഷം വീണ്ടും ഋഷിമാരെ പ്രണാമം ചെയ്ത് തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അധികം താമസിക്കാതെ തന്നെ രാജാവിന് അതിതേജസ്വിയായ ഒരു പുത്രൻ ജനിച്ചു. രാജാവ് വളരെ സമാധാനപൂർവ്വം രാജ്യം ഭരിച്ചതിന് ശേഷം രാജ്യം പുത്രനെ ഏൽപ്പിക്കുകയും ചെയ്തു. സുകേതുമാൻ്റെ ആ സത്പുത്രൻ തൻ്റെ പ്രജകളെ വളരെ കാരുണ്യപൂർവ്വം തൻ്റെ മക്കളെ പോലെ തന്നെ പരിപാലിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു. അല്ലയോ യുധിഷ്ഠിര, ബുദ്ധിമാനായ ഒരു വ്യക്തി കർശനമായും പുത്രദ ഏകാദശി ആചരിക്കുന്നു. ഈ ഏകാദശി കർശനമായി ആചരിക്കുന്നതിലൂടെ ഒരു സത്പുത്രനെ ലഭിക്കും. മാത്രമല്ല, മരണശേഷം മോക്ഷവും ലഭിക്കുന്നതാണ്. ഈ ഏകാദശിയുടെ മാഹാത്മ്യം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതിലൂടെ അശ്വമേധയാഗം നടത്തിയ ഫലം ലഭിക്കുന്നതാണ്. ഈ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ 6:41-നും 10:32-നും ഇടയിൽ. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ഹരേ കൃഷ്ണ.